And our goal is not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇൻവെൻട്രി കൺട്രോൾ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ പർച്ചേസ് കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പർച്ചേസ് പ്രൊസീജിയറിൽ പഠിച്ചിട്ടില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് സ്റ്റോറിൽ ആദ്യം പോകുന്നത്, അവിടുന്ന് അതിന് ശേഷമാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ ചെയ്ത് കോസ്റ്റ് കുറക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി സ്റ്റോറിൽ വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറക്കാം, സ്റ്റോറിംഗ് എന്നുള്ള പ്രൊസീജിയറിനിടയിൽ നമുക്ക് അങ്ങനെയൊക്കെ കോസ്റ്റ് കുറക്കാം എന്നാണ് ഇനി പഠിക്കാനുള്ളത്. സ്റ്റോഴ്സ് കൺട്രോൾ ഇസ് ദ കൺട്രോൾ ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ബൈ എലിമിനേറ്റിംഗ് ഓൾ വേസ്റ്റേജസ് ഇൻ സ്റ്റോറിംഗ്. സ്റ്റോറിങ്ങിൻ്റെ സമയത്തുള്ള എല്ലാ വേസ്റ്റേജസും എലിമിനേറ്റ് ചെയ്യാം. അതങ്ങനെയാണ് നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എഫക്റ്റിംഗ് proper stores control, there should be a mechanism for storing or upkeeping the materials during the period of storing. ഇപ്പോൾ സ്റ്റോറിങ് ആ മെക്കാനിസം നമുക്ക് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോഴ്സ് കൺട്രോൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വേണം അല്ലേ, സ്റ്റോർ ചെയ്യാനും അതുപോലെ മെറ്റീരിയൽസിന് അപ്കീപ്പ് ചെയ്യാനും ആ പീരിയഡ് സ്റ്റോർ ചെയ്യുന്ന പീരിയഡിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് ചെയ്യേണ്ടി വരും. Store is a place where the various items of materials are kept safely till they are issued to production. പ്രൊഡക്ഷൻ ഇഷ്യൂ ചെയ്യുന്നത് വരെ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് മാത്രമാണ് സ്റ്റോർ എന്ന് പറയുന്നത്. Every manufacturing concern maintain a store under the control of a person called storekeeper. ഇപ്പോൾ എല്ലാ മാനുഫാക്ചറിങ് കൺസേൺസിനാണ് സ്റ്റോറിൻ്റെ ആവശ്യമുള്ളൂ. മാനുഫാക്ചർ ചെയ്യുന്നവർക്കാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടതുള്ളൂ. മാനുഫാക്ചറിങ് കൺസേൺസ് എന്ത് ചെയ്യും, ഒരു സ്റ്റോറ് കീപ്പ് ചെയ്യും, ഒരു മെയിൻറ്റെയിൻ ചെയ്യും. ഒരു സ്റ്റോർ എന്ന് പറഞ്ഞൊരു പ്ലേസ്, അവിടെ നമുക്ക് അതിൻ്റെ ഇൻചാർജ് ആയിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവും, സ്റ്റോർ കീപ്പർ എന്ന് പറയും. ദ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആക്ട്സ് എസ് എ ലിങ്ക് ബിറ്റ്വീൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അതിനുശേഷം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് മെറ്റീരിയലായിട്ട് അതിന് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ എടുത്ത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവരുടെ രണ്ടിലും ഇടയിലുള്ള ഒരു ലിങ്ക് ആണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോറിൽ കീപ്പ് ചെയ്യും, അതിനുശേഷമാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുള്ള സമയത്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ഇഷ്യൂഡ് ഫ്രം ദ സ്റ്റോർ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവിടുന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റോറിൻ്റെ ലൊക്കേഷൻ, ഫേവറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. As far as possible, the store should be located at a place which would keep the transportation cost, material handling charges and loading and unloading charges to the minimum. അതിൽ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസും അതേപോലെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസും ഇതൊക്കെ മിനിമം ആയിട്ട് ഏറ്റവും കുറവാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റോർ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യേണ്ടത്. The store should be located in such a way that it is near the material receiving department. നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് മെറ്റീരിയൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിനുശേഷം അതെന്ത് ചെയ്യും, സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി അയക്കുന്നത്. മെറ്റീരിയൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം, ആസ് വെൽ ആസ് നിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം വെച്ചാൽ മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോറിലെത്താൻ പറ്റണം, അവിടുന്ന് പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാൻ പറ്റണം. ഒരുപാട് ഗ്യാപ്പ് പാടില്ല, അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ കൂടും. സോ ദാറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആർ കെപ്റ്റ് അറ്റ് ദ മിനിമം. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് മിനിമം ആയിരിക്കാൻ വേണ്ടി ഇവർക്ക് രണ്ടുപേരുടെയും ഇടയിലായിരിക്കണം, അതുപോലെ അടുത്തുമായിരിക്കണം. ദ ലേ ഔട്ട് ഓഫ് ദ സ്റ്റോർ ഷുഡ് ബി പ്രോപ്പർ ആൻഡ് സ്യൂട്ടബിൾ ടു ദ റിക്വയർമെന്റ്സ്. ദ സ്റ്റോർ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു റാക്സ്. അതേപോലെ അതിൻ്റെ പ്രോപ്പറും സ്യൂട്ടബിളും ആയിരിക്കണം ലേ ഔട്ട്, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ. ദ സ്റ്റോർ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു റാക്സ്. അതിനുവേണ്ടി നമ്മൾ അതിനെ റാക്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. വിച്ച് ഷുഡ് ബി ഫെർദർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സ്പേസസ്. അതിനുശേഷം ആ റാക്കിന് പിന്നെ നമ്മൾ സ്മോൾ സ്പേസസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓൾ ദീസ് സ്പേസസ് ആർ കോൾഡ് ബിൻ. ഈ സ്പേസസിനെ നമ്മൾ ബിൻ എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനുണ്ട് ഒന്നുകൂടെ, ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈച്ച് മെറ്റീരിയൽ ഇസ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് അലോട്ടഡ് ബിൻ.
ഓരോ മെറ്റീരിയലും അതിൻ്റെ അലോട്ട് ചെയ്തിരിക്കുന്ന ബിന്നിനകത്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാക്കായിട്ട് ഡിവൈഡ് ചെയ്യും, അതിനെ സ്മോൾ സ്പേസസ് ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യും. ഈ സ്മോൾ സ്പേസസിനൊക്കെ നമ്മൾ ബിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബിന്നിനകത്താണ് നമ്മൾ ഓരോ മെറ്റീരിയലിനും പ്രത്യേകമായിട്ട് ബിന്നുണ്ടാവും. അപ്പോൾ അതിൽ മാത്രമേ മെറ്റീരിയൽ കീപ്പ് ചെയ്യുള്ളൂ. ഓരോ മെറ്റീരിയൽ അലോട്ട് ചെയ്തിരിക്കുന്ന ബിന്നിനകത്താണ് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ആണ്. ഓരോ ഓർഗനൈസേഷനിലും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റോർ ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. സെൻട്രലൈസ്ഡ് സ്റ്റോർ ഇസ് എ സ്റ്റോർ ലൊക്കേറ്റഡ് അറ്റ് എ സെൻട്രൽ പ്ലേസ് വെർ ഓൾ ദ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. അപ്പോൾ ഒരു സെൻട്രലായിട്ട് ഒരു പ്ലേസിലാണ് എല്ലാ മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. ഓൾ ഐറ്റംസ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ഫോർ ദ എൻറ്റയർ കൺസേൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ സെൻട്രലൈസ്ഡ് സ്റ്റോർ. അപ്പോൾ ഓർഗനൈസേഷന് മൊത്തത്തിലുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ആർ ഇഷ്യൂഡ് ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫ്രം ദി സ്റ്റോർ. എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ഒറ്റ സ്റ്റോറിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. Next is the decentralized store. Decentralized stores are those stores located at different locations. ഓരോരോ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഓരോരോ സ്റ്റോർ ആയിട്ടാണ്. സെൻട്രലൈസ് സ്റ്റോറിൽ ഒറ്റൊരു സ്റ്റോർ മാത്രമേ ഉള്ളൂ. ഡീസെൻട്രലൈസ് സ്റ്റോറിലാണെങ്കിൽ ഓരോ പ്രൊഡക്ഷൻ സെൻറ്ററിൻ്റെ അടുത്തും ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും ഓരോ സ്റ്റോർ, പ്രിഫറബിളി നിയർ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഓരോരോ സ്റ്റോർ ആയിട്ട് വെക്കും. Materials required by each department is purchased by the respective department and arrangements are made to issue materials as per the requirements of the department. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് തന്നെയുള്ള അവരുടെ പെർട്ടിക്കുലർ സ്റ്റോറിൻ്റെ അകത്ത് കീപ്പ് ചെയ്യും. ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ സ്റ്റോർ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് എ സ്റ്റോർ കീപ്പർ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്റ്റോറിനും അതിൻ്റെതായ സ്റ്റോർ കീപ്പറും ഉണ്ടാവും. നെക്സ്റ്റ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോഴ്സ്. ഇംപ്രസ് സിസ്റ്റം എന്നും പറയും ഇതിന്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. സെൻട്രലൈസ് സ്റ്റോറിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ സെൻട്രലൈസ് സ്റ്റോർ പോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്റ്റോറും കാണും. ഡീസെൻട്രലൈസ് സ്റ്റോറിൽ പറഞ്ഞത് മാതിരി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഓരോ സ്റ്റോർ സെപ്പറേറ്റും കാണും. ഇൻ ബിഗ് ഫാക്ടറീസ് വെയർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ സ്റ്റോർ. ഇപ്പോൾ സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും, പക്ഷെ അവിടെ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും ചിലപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിടക്കുന്നുണ്ടാവും, വലിയ വലിയ ഫാക്ടറീസ് ആകുമ്പോൾ. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു സബ് സ്റ്റോർ ഈസ് എസ്റ്റാബ്ലിഷ് നിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ സ്റ്റോർ കൂടാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തായിട്ട് സബ് സ്റ്റോറും കൂടി ഉണ്ടാവും. ഇൻ ഓർഡർ ടു മിനിമൈസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ് കുറക്കാൻ വേണ്ടിയാണ്. ദ സെൻട്രൽ സ്റ്റോർ ഇഷ്യൂസ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി of materials to the sub-stores at the beginning of a period. നമ്മൾ ഈ പെറ്റി ക്യാഷിൻ്റെ ഒക്കെ ഇംപ്രസ് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഓപ്പണിങ്ങിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാഷ് കൊടുക്കും അല്ലെ ഇംപ്രസ് സിസ്റ്റത്തിലേക്ക്, മീൻസ് പെറ്റി ക്യാഷിലേക്ക്. എന്നിട്ട് ആ ഇയർ എൻഡിൽ എന്ത് ചെയ്യും, എത്ര ചിലവാക്കിയോ അത്ര പിന്നെയും കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോഴും അതിലൊരു ഫിക്സഡ് എമൗണ്ട് കിടപ്പുണ്ടാവും. അതുപോലെ തന്നെ ഇതിലും കിടക്കുന്നത് സെൻട്രൽ സ്റ്റോർ ആദ്യം എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് സബ് സ്റ്റോറിലേക്ക് കൊടുക്കും. At the end of the period, sub-store again get the material from the central stores equal to the material which has been issued during the period. അപ്പം ഇപ്പം 100 യൂണിറ്റ്സ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഇയർ ഉണ്ടാകുമ്പോൾ നോക്കും അതിലിപ്പം 40 യൂണിറ്റ്സാണ് ബാക്കിയുള്ളതെങ്കിൽ 60 യൂണിറ്റ്സും കൂടി കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോഴും അതിലൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തിരിക്കും. ദിസ് സിസ്റ്റം ഈസ് സിമിലർ ടു ഇംപ്രസ് സിസ്റ്റം ക്യാഷ്. അപ്പോൾ ഇംപ്രസ് സിസ്റ്റം ക്യാഷ് പോലെ തന്നെയാണ്. ആൻഡ് ഇസ് നോൺ ആസ് ഇംപ്രസ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇംപ്രസ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് സ്റ്റോറാണ്. ഒന്ന് സെൻട്രലൈസ് സ്റ്റോർ, അതിലൊറ്റ സ്റ്റോർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡീസെൻട്രലൈസ് സ്റ്റോർ, ഇതിലെന്ത് ചെയ്യും, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തും ഓരോ സ്റ്റോർ കിടപ്പുണ്ടാവും. സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും, അതുകൂടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തും ഒരു സബ് സ്റ്റോറും കൂടി കിടപ്പുണ്ടാവും. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇൻവെൻട്രി ഓർ സ്റ്റോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇൻവെൻട്രി മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ മാനേജ് ചെയ്യാം. ഇൻവെൻട്രി മാനേജ്മെന്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് വേർ ഒപ്റ്റിമം ലെവൽ ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾ, സ്പെയർസ് ആൻഡ് സപ്ലൈസ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഒപ്റ്റിമം ലെവലിലായിരിക്കണം നമ്മൾ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മെറ്റീരിയൽസ് ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, എന്തായി കഴിഞ്ഞാലും
ഒപ്റ്റിമം ലെവലിൽ കീപ്പ് ചെയ്യുക. ഒപ്റ്റിമം ലെവൽ എന്താണെന്ന് പറഞ്ഞുതരാം. സോ ദാറ്റ് റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഈസ് എഷ്യൂർഡ് ഫോർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. എന്തിനാണ് നമ്മൾ ഒപ്റ്റിമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സോ ദാറ്റ് റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഈസ് എഷ്യൂർഡ്. റെഗുലർ ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇൻവെൻറ്ററി മാനേജ്മെന്റ് ഈസ് എഫക്റ്റഡ് ത്രൂ ദ ഫോളോയിങ് ടെക്നിക്സ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫിക്സേഷൻ ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ EOQ എന്ന് പറയും. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം ഇൻ ലോട്ട്. അപ്പോൾ ഒറ്റ ടൈമിൽ ഒരു സമയത്ത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ മെറ്റീരിയൽ സപ്ലൈഡ് ടു പ്രൊഡക്ഷൻ വിൽ ബി ദ ലോവസ്റ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഏറ്റവും ലോവസ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, ഒരു തവണ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിനാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം ടു ഒപ്റ്റിമൈസ് ദ കോസ്റ്റ് ദെയർ ഓൺ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ കുറച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എങ്ങനെയാണ്? അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് വരും. ഒന്ന് നമ്മളത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് നമ്മൾ ഫാക്ടറിയിൽ എത്താൻ വരുന്ന കുറേ കോസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ ഫാക്ടറിയിൽ എത്തി കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനുള്ള കോസ്റ്റ് വരും അല്ലേ. ഈ രണ്ട് കോസ്റ്റും നമ്മൾ മിനിമൈസ് ചെയ്യാൻ പറ്റണം. രണ്ട് കോസ്റ്റിൻ്റെയും ഏറ്റവും മിനിമം ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ശരിക്കും EOQ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ക്യാരിയിങ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് യൂണിറ്റ്സ് ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് കുറഞ്ഞു അല്ലേ. നമ്മളൊരു 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോക്കാണ്, നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോക്കാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറഞ്ഞു കിട്ടിയില്ലേ. നമ്മൾ 100 യൂണിറ്റ്സ് ആയിട്ട് 10 തവണ വാങ്ങിക്കുവാണെങ്കിൽ അത്രയും നമുക്ക് ക്യാരിയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് കൂടും. അപ്പോൾ ഈ ഓർഡറിങ് കോസ്റ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡറിങ് കോസ്റ്റ് കുറച്ചു. പക്ഷേ ക്യാരിയിങ് കോസ്റ്റിൻ്റെ കാര്യമോ, ഇത് നമ്മൾ സ്റ്റോറിൽ കീപ്പ് ചെയ്യണം, അതിന് റെൻറ്റ് കൊടുക്കണം. അതുകൂടാതെ 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും പൈസ നമ്മൾ അവിടെ ലോക്കായി അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസ നമുക്ക് വേറെ കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പൈസ അവിടെ ലോക്കായി കിടക്കുവാണ്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അത്രയും ഇൻട്രസ്റ്റിൻ്റെ ലോസ് വന്നു. അതുകൂടാതെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, പിന്നെ ചിലപ്പം ഒരുപാട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീത്തയായി പോവും അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ. അപ്പം ഇതെല്ലാം നമുക്ക് അവിടെ ലോസസ് വരും. ഇനി നമ്മൾ ആ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് കുറക്കാൻ വേണ്ടി കുറച്ചായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പം നമുക്ക് അവിടെ എന്ത് വരും, ഓർഡറിങ് കോസ്റ്റ് കൂടും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അത് ഇതൊക്കെ കൂടും അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഇതിന് പല വേറെ പേരും പറയുന്നുണ്ട്. ലൈക്ക് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയും, എക്കണോമിക് ലോഡ് ക്വാണ്ടിറ്റി എന്ന് പറയും, ഐഡിയൽ ക്വാണ്ടിറ്റി എന്ന് പറയും, ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയും, അതേപോലെ റീ ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയും. എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓർഡറിങ് അറ്റ് എ ലോട്ട് ഇൻ എ ലോട്ട് വെയർ ബൈ ദ ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ഇൻവെൻട്രി കോസ്റ്റ് ആർ ദ മിനിമം, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ മെറ്റീരിയൽ ഇസ് ദ മിനിമം. അപ്പോൾ മിനിമം നമുക്ക് പെർ യൂണിറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലോട്ടിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിവിടെ രണ്ട് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഒന്ന് ഓർഡറിങ് കോസ്റ്റും ഒന്ന് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റും. അപ്പോൾ എന്താ ഓർഡറിങ് കോസ്റ്റ് നോക്കാം. ഓർഡറിങ് കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് പ്ലേസിങ് വൺ ഓർഡർ അറ്റ് എ ടൈം ടു പർച്ചേസ് എ പെർട്ടിക്കുലർ മെറ്റീരിയൽ. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്ന എത്രയാണോ കോസ്റ്റ് അതിനാണ് നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഐറ്റം ഇൻ ടു ദ ഫേംസ് ഇൻവെൻട്രി. അപ്പോൾ ഫേമിലേക്ക് എത്തുന്ന വരെ വരുന്ന എല്ലാ കോസ്റ്റും അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇഫ് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ഓർഡർ അറ്റ് വൺ ടൈം, ഒരു സമയം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ. 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു കിട്ടും. If the quantity of material ordered is less, the ordering cost per unit increases. നമ്മൾ പല തവണയായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ, കുറച്ചായി വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുകയേ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. Carrying cost is the cost incurred on carrying on, storing or maintaining inventory in the store. അപ്പോൾ അത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വന്ന കോസ്റ്റിനാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് മണി ലോക്ക്ഡ് ഇൻ ദ ഇൻവെൻട്രി അത് അതിൽ വരും. നമ്മളെ
എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ എത്രയാണോ ഇൻവെൻട്രി അവിടെ ലോക്ക് ആയി കിടക്കുന്നത്, എത്രയാണോ ക്യാഷ് അവിടെ ലോക്ക് ആയി കിടക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് വരും അതിനകത്ത്. പിന്നെ വരുന്ന എന്താ ലോസ് ഓഫ് ഇൻവെൻട്രി ഒബ്സിലൻസോ, അതിൻ്റെ ഇൻവെൻട്രി നശിച്ചു പോകുന്ന അതിൻ്റെ കോസ്റ്റ് വരും. സ്റ്റോറേജ് സ്പേസിൻ്റെ റെൻറ്റ് വരും. കോസ്റ്റ് ഓഫ് സ്റ്റോഴ്സ് ഓപ്പറേഷൻ എക്സെട്ര കം അണ്ടർ ദിസ് ക്യാരിങ് കോസ്റ്റ്. ഇതൊക്കെയാണ് ക്യാരിങ് കോസ്റ്റിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്റ്റോർ ചെയ്യാൻ വന്ന കോസ്റ്റ്, അതുപോലെ നശിച്ചു പോവും അതിനൊക്കെയുള്ള എത്രയാണോ നമുക്ക് എക്സ്പെൻസ്, എത്ര ലോസ് വന്ന അതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ രണ്ട് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് EOQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. EOQ മീൻസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ഗ്രാഫിക്കലിയും കണ്ടുപിടിക്കാം. ഗ്രാഫിക്കലി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രാഫിൽ എന്ത് ചെയ്യും, ക്യാരിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും പ്ലോട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡാറ്റ നമ്മൾ എൻട്രി ചെയ്ത് അത് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഈ ക്യാരിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണും. അപ്പോൾ ആ പോയിന്റിലുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്ന് പറയാം. എന്നുവെച്ചാൽ ആദ്യം ക്യാരിങ് കോസ്റ്റ് പ്ലോട്ട് ചെയ്യുക, അതിനുശേഷം ഓർഡറിങ് കോസ്റ്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ അത് എൻട്രി ചെയ്തതിന് ശേഷം ഈ രണ്ട് ലൈനും കൂടി ഒരു സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, യൂണിറ്റ്സിൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആ പോയിന്റിൽ വരുന്ന യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കാം. അത്ര യൂണിറ്റ്സ് ആയിരിക്കും EOQ എന്ന് പറയുന്നത്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. അതല്ലാതെ നമുക്ക് മാത്തമാറ്റിക്കലി ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. EOQ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2CO/I എന്നാണ്. അപ്പോൾ ഇതിൽ COI 3 കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അല്ലേ. അപ്പോൾ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ഓഫ് ദ മെറ്റീരിയൽ പെർ ആനം, ഒരു വർഷത്തിൽ നമ്മൾ എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യാൻ വരുന്ന ഓർഡറിങ് കോസ്റ്റ് എത്രയാണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് പെർ ആനം, ഒരു വർഷത്തേക്ക് നമുക്ക് വരുന്ന ക്യാരിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ കോസ്റ്റും പിന്നെ അതിൽ വരുന്ന ലോസസും അതൊക്കെ ഒരു വർഷത്തിൽ എത്രയുണ്ട്. അപ്പോൾ ഈ 3 ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വാർട്ടർലി ഡിമാൻഡ് 875 യൂണിറ്റ്സ്. അപ്പം നമ്മുടെ കൺസംഷനാണ് ഇത് പറയുന്നത് അല്ലേ. ക്വാർട്ടർലി കൺസംഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് എത്ര വേണം? ആനുവൽ കൺസംഷനാണ് വേണ്ടതല്ലേ. ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയറിൻ്റെ 1/4. അപ്പം നമ്മൾ അതിനെ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ കിട്ടും. നെക്സ്റ്റ് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ തന്നിട്ടുണ്ട് 5. അതാണ് നമ്മുടെ O എന്ന് പറഞ്ഞ ഐറ്റം അല്ലേ. C എന്ന് പറഞ്ഞ കൺസംഷൻ നമുക്ക് 875 × 5 875 × 4 ചെയ്യാം. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ 5 തന്നിട്ടുണ്ട്. അപ്പോൾ 5 ആണ് നമ്മുടെ O എന്ന് പറയുന്ന ഐറ്റം. നെക്സ്റ്റ് തന്നിരിക്കുന്ന കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനം, സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനം. അപ്പോൾ ഈ കോസ്റ്റ് പെർ യൂണിറ്റിൽ നമ്മുടെ ക്യാരിങ് കോസ്റ്റ് ആണ് നമുക്കറിയാനുള്ളത്. ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് I എന്ന് പറഞ്ഞ ഐറ്റം അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് 3.6 തന്നിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനമാണ്, സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ക്യാരിങ് കോസ്റ്റിൽ വരും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ I എന്ന് പറഞ്ഞ ഐറ്റം വരും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13%, ഓരോന്നോരോന്ന് ചെയ്യേണ്ട 13% ചെയ്താൽ മതി. അപ്പോൾ 3.6ൻ്റെ 13% ആണ് നമ്മുടെ I എന്ന് പറയുന്നത്, ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. 3 ഡാറ്റയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ EOQ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് അറിയാം. നെക്സ്റ്റ് ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ, അതിൻ്റെ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് എത്രയാണെന്ന്. അപ്പോൾ ഇത്രയും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം EOQ കാൽക്കുലേറ്റ് ചെയ്യണം. EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ 2CO/I എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. C നമുക്ക് എത്രയാണ് തന്നത്? 875 പെർ ക്വാർട്ടറാണ് തന്നത്. അപ്പോൾ നമ്മൾ പെർ ആനം ആക്കി മാറ്റുവാണെങ്കിൽ 875 × 4 3500. നെക്സ്റ്റ് ഓർഡറിങ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. O നമുക്ക് തന്നിട്ടുണ്ട് 5. I നമുക്ക് 13% ആണ്. അപ്പോൾ 3.6ൻ്റെ കോസ്റ്റിൻ്റെ 13%. അപ്പോൾ 0.468 കിട്ടും അല്ലേ. EOQ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 273 യൂണിറ്റ്സ് ആണ് EOQ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത് നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ,
ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം? അപ്പോൾ ഒരു തവണ വാങ്ങിക്കേണ്ട യൂണിറ്റ് ആണ് 273 യൂണിറ്റ് എന്ന് പറയുന്നത്. 273 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ആണ് അല്ലേ? നമുക്കൊരു വർഷം എത്ര മെറ്റീരിയൽ വേണം? 3500. അപ്പോൾ എത്ര തവണ വാങ്ങിക്കേണ്ടി വരും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3500 ഡിവൈഡഡ് ബൈ 273 ചെയ്താൽ മതിയില്ലേ? ഒരു തവണ പർച്ചേസ് ചെയ്യുന്നത് 273 യൂണിറ്റ്സ് ആണ്. 3500 ഡിവൈഡ് ബൈ 273 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഓർഡർ ആയിട്ട് 13 തവണ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കോസ്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരും, അതേപോലെ ക്യാരിങ് കോസ്റ്റ് വരും, ഓർഡറിങ് കോസ്റ്റ് വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ടോട്ടൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നോക്കാം. അപ്പം പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3.60 ആണ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് ഒരു വർഷം വേണ്ടത്? 3500 യൂണിറ്റ്സ്. ഒരു വർഷത്തല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ 3500 യൂണിറ്റ്സ് ഒരു യൂണിറ്റിന് 3.60 വെച്ചിട്ട് അപ്പം നമുക്ക് ടോട്ടൽ 12,600 വേണ്ടി വരും. നെക്സ്റ്റ് ഓർഡറിങ് കോസ്റ്റ് നോക്കാം. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട് 5 രൂപയാണെന്ന്. അപ്പോൾ ഒരു വർഷം എത്ര ഓർഡർ വേണം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? 13 ഓർഡർ വേണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 13 ഓർഡറിന് 5 റുപ്പീസ് വെച്ചിട്ട് നമുക്ക് എത്ര വരും? 65 റുപ്പീസ് ഓർഡറിങ് കോസ്റ്റ് വരും. നെക്സ്റ്റ് ക്യാരിങ് കോസ്റ്റ് ആണ്. ക്യാരിങ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആവറേജ് ഇൻവെൻട്രിയുടെ മേലെയാണ്. അപ്പോൾ ഒരു ഓർഡറിലുള്ള ഇൻവെൻട്രിയുടെ ആവറേജ് എടുക്കുക. അപ്പോൾ ഒരു ഓർഡറിൽ എത്ര ഇൻവെൻട്രി വരുന്നുണ്ട്? 273 യൂണിറ്റ്സ് ആണ്. EOQ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതാണ് ഒരു ഓർഡറിൽ വരുന്ന ഇൻവെൻട്രി. ഇപ്പോൾ ഒരു ഓർഡറിൽ വരുന്ന ഇൻവെൻട്രിയുടെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273/2 എടുക്കാം. അതിൻ്റെ മേലെ വേണം നമ്മൾ ക്യാരിങ് കോസ്റ്റ് കാണാൻ. ക്യാരിങ് കോസ്റ്റ് ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.468. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് ഇൻവെൻട്രിയുടെ മേലെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 63.88 വരും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12,728.88. ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ ഇൻവെൻട്രിയുടെ കോസ്റ്റ് അല്ലെ? മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ EOQ നമുക്കറിയാം, ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ് ഡ്യൂറിങ് ദ ഇയർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര യൂണിറ്റ്സ് വേണം നോക്കാം. നമ്മൾ ഒരു ഓർഡറിലുള്ള യൂണിറ്റ്സ് EOQ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഓർഡർ വേണമെന്ന് അറിയാൻ വേണ്ടി ടോട്ടൽ യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ EOQ ചെയ്താൽ മതി. അതിന് നെക്സ്റ്റ് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. എത്ര യൂണിറ്റ്സ് ഉണ്ട് അതിൻ്റെ കോസ്റ്റ് കാണണം. ഓർഡറിങ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ക്യാരിങ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പം പഠിച്ചത്, ഫിക്സേഷൻ ഓഫ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റോക്ക് ലെവൽ ഓഫ് മെറ്റീരിയൽസ് ആണ്. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലോ ആസ് പോസിബിൾ ആൻഡ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ലോ ആയിട്ട് കീപ്പ് ചെയ്യുക. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എൻഷുർ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. മെറ്റീരിയൽ ആവശ്യമുള്ള സമയത്ത് കിട്ടുന്ന രീതിയിലും ആയിരിക്കണം. എന്നുവെച്ചാൽ ഓവർ ആവാനും പാടില്ല, അതേസമയം നമ്മളെ പ്രൊഡക്ഷനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിലാവാനും പാടില്ല. ഓവർ സ്റ്റോക്കിംഗ് ലീഡ്സ് ടു അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഓവർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ള പൈസ ഒക്കെ ഇവിടെ ലോക്കായി പോകും അല്ലേ? പിന്നെ നമ്മുടെ വേറെ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് കാണില്ല. ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് മേ ഇൻറ്ററപ്റ്റ് പ്രൊഡക്ഷൻ. ഇനി അണ്ടർ സ്റ്റോക്കിംഗ് ആയിക്കഴിഞ്ഞാലോ അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പം സ്റ്റോക്ക് ഇല്ലാതെ മെറ്റീരിയൽസ് ഇല്ലാതെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ടും ഒഴിവാക്കുന്ന രീതിയിലുള്ള സ്റ്റോക്കാണ് ശരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. The object of fixing stock level is to maintain required quantity of material in the store and thereby reducing the store expense to the minimum. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോറിൽ ആവശ്യമുള്ള മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ സ്റ്റോക്കിങ്ങും അല്ല അണ്ടർ സ്റ്റോക്കിങ്ങും അല്ല. thereby reducing the store's expense to the minimum. അങ്ങനെ നമ്മുടെ സ്റ്റോറിൻ്റെ എക്സ്പെൻസ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ലെവൽ പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ആർ അതെന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഇത് ഓരോന്നും നമുക്ക് പഠിക്കാം. അപ്പം ഇങ്ങനെ 5 എണ്ണമാണുള്ളത്. ഒന്ന് മിനിമം സ്റ്റോക്ക്, പിന്നെ മാക്സിമം സ്റ്റോക്ക്, റീ ഓർഡർ സ്റ്റോക്ക്, ആവറേജ് സ്റ്റോക്ക് ആൻഡ് ഡേഞ്ചർ ലെവൽ. ഇപ്പോൾ ഈ 5 എണ്ണം ഉണ്ട്. അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം.
ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ലെവൽസിലെ ഫസ്റ്റ് വൺ ആയിരുന്നു മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്നും പറയും. അപ്പം ഇതെന്താണെന്ന് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓർ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ടു ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ അറ്റ് എനി ടൈം. ഇപ്പം ഏത് സമയമായി കഴിഞ്ഞാലും മിനിമം നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരിക്കേണ്ട ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിനാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫോൾ ബിലോ ദിസ് ലെവൽ. ഈ ലെവലിന് താഴെ നമ്മുടെ മെറ്റീരിയൽ പോകാൻ ഒരു സമയത്ത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇഫ് ദ സ്റ്റോക്ക് ഗോസ് ബിലോ ദിസ് ലെവൽ, ഈ ലെവലിന് താഴെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ മേ ബി ഹെൽഡ് അപ്പ് ഫോർ വാണ്ട് ഓഫ് മെറ്റീരിയൽ. ഇതിന് താഴെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയി പോകും. മെറ്റീരിയൽസ് ഇല്ലാത്ത കാരണം കൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയി പോകും. അപ്പോൾ മിനിമം വരേണ്ട മെറ്റീരിയലാണ് ശരിക്കും പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ദിസ് സ്റ്റോക്ക് ലെവൽ ഇസ് ഓൾസോ നോൺ ആസ് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ. ഇതിന് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് പറയും. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫിക്സിംഗ് ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ടു അവോയ്ഡ് ദ കോസ്റ്റ് ഓഫ് അണ്ടർ സ്റ്റോക്കിംഗ്. അണ്ടർ സ്റ്റോക്കിങ്ങിൻ്റെ കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. അണ്ടർ സ്റ്റോക്കിങ്ങിൻ്റെ എന്തൊക്കെയാണ് കോസ്റ്റ് നോക്കാം. സച്ച് ആസ് കോസ്റ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റാണ് ഈ അണ്ടർ സ്റ്റോക്കിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് കോസ്റ്റ് ഓഫ് ഐഡിൽ ലേബർ. അപ്പം മെറ്റീരിയൽ ഇല്ലാത്ത കാരണം പ്രൊഡക്ഷൻ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് വരും? കോസ്റ്റ് ഓഫ് ഐഡിൽ ലേബർ. ലേബറേഴ്സിന് വെറുതെ നമ്മൾ ശമ്പളം കൊടുക്കേണ്ടി വരും ജോലിയൊന്നും ചെയ്യാതെ, അല്ലേ? ആൻഡ് ഐഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നമ്മൾ അതിൻ്റെ ഹയർ ചാർജസോ എന്തൊക്കെയോ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇൻകർ ചെയ്യേണ്ടി വരും. പക്ഷേ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഇത്രയും കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ മിനിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ഫിക്സിംഗ് മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ലീഡ് ടൈം ഓർ റീഓർഡർ പീരിയഡ്. റീഓർഡർ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് ഡെലിവറി ഓഫ് മെറ്റീരിയൽ. നമ്മുടെ മെറ്റീരിയൽ തീർന്നു പോയി പുതിയ മെറ്റീരിയലിന് ഓർഡർ ചെയ്യുവാണെങ്കിൽ അത് കിട്ടാൻ വരുന്ന ടൈം പീരിയഡിനാണ് നമ്മൾ റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ ലീഡ് ടൈം. ഈ റീഓർഡർ പീരിയഡിൽ ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ സാധനം കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 ദിവസത്തിൽ സാധാരണ നമ്മൾ എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഈ സ്റ്റോക്ക് ലെവലിൻ്റെ താഴെ പോവുകയാണെങ്കിൽ അത്രയും നമ്മുടെ ലോസ് ആണ് വരുന്നത്, അല്ലേ? അത്രയും കൺസംഷൻ നമുക്ക് അവിടെ പറ്റുന്നില്ല. നെക്സ്റ്റ് റീഓർഡർ ലെവൽ. നെക്സ്റ്റ് പറയുന്ന റീഓർഡർ ലെവൽ അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്താണെന്ന്. അപ്പോൾ ഇക്വേഷൻ പറയുകയാണെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ കൺസംഷൻ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ ആണ്. അപ്പോൾ ആവറേജ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം കൺസംഷൻ ഡിവൈഡ് ബൈ 2. അതിൻ്റെ ആവറേജിനാണ് നമ്മൾ നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റിന് നോർമൽ കൺസംഷൻ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, നമുക്ക് മിനിമം കൺസംഷനും മാക്സിമം കൺസംഷനും തന്നിട്ടുണ്ടാവും. അത് രണ്ടും ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. മിനിമം സ്റ്റോക്ക് ലെവൽ എന്തായിരുന്നു? നമ്മുടെ ഇതിൽ കുറയാൻ പാടില്ല നമ്മുടെ സ്റ്റോക്ക്, അല്ലേ? മാക്സിമം സ്റ്റോക്ക് ലെവൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ കൂടാൻ പാടില്ല നമ്മുടെ സ്റ്റോക്ക് ഒരിക്കലും. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദാറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് അബവ് വിച്ച് ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഷുഡ് നെവർ ബി അലൗഡ് ടു എക്സീഡ്. ഒരിക്കലും ഇതിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. It is the largest quantity of a particular material which may be held in the store at any time. ഏത് ടൈമിലായി കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൽ ഈ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്ത് എന്തിനായിരുന്നു? നമ്മുടെ അണ്ടർ സ്റ്റോക്കിംഗ് കാരണം എന്തെങ്കിലും കോസ്റ്റ് വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഓവർ സ്റ്റോക്കിങ്ങിൻ്റെ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സിംഗ് ഓഫ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഹെൽപ്സ് ടു അവോയ്ഡ് ദ കോസ്റ്റ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ്. എന്തൊക്കെയാണ് ഓവർ സ്റ്റോക്കിങ്ങിൻ്റെ കോസ്റ്റ്? സച്ച് ആസ് കോസ്റ്റ് ഓഫ് സ്റ്റോറേജ്, അല്ലേ? ഒന്നാമത് നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ് വേണ്ടി വരും. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക്. നമ്മുടെ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ അകത്ത് ബ്ലോക്കായി കിടക്കുവാണ്, അപ്പം അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്. നമ്മൾ എത്ര മെറ്റീരിയൽ കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. നെക്സ്റ്റ് റിസ്ക് ഓഫ് ഒബ്സലൻസിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ, മിനിമം റീഓർഡർ പീരിയഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇക്വേഷൻ ഞാൻ പറയാം. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി
മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റീ ഓർഡർ സ്റ്റോക്ക് ലെവലാണ്. റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഓർഡർ വെക്കാനുള്ള ടൈം ആയി എന്നർത്ഥം. അതാണ് റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. റീ ഓർഡർ ലെവൽ ഇസ് ദ സ്റ്റോക്ക് ലെവൽ അറ്റ് വിച്ച് ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് പർച്ചേസ് റിക്വസിഷൻ ആൻഡ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസസ് ഓർഡർ ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. പുതിയതായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട ടൈം, അതാണ് റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് മാക്സിമം ലിമിറ്റിന്റെ മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെയും ഇടയിലുള്ള ഒരു ടൈം ആയിരിക്കും റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫിക്സഡ് സംവെയർ ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലെവൽ. മാക്സിമം ലെവലിൻ്റെ മിനിമം ലെവലിൻ്റെ ഇടയിലായിരിക്കും. ഇൻ സച്ച് എ വേ ദാറ്റ് ഫ്രഷ് സപ്ലൈസ് ആർ റിസീവ്ഡ് ഓൺലി ജസ്റ്റ് ബിഫോർ ദ മിനിമം ലെവൽ ഈസ് റീച്ച്ഡ്. അപ്പോൾ മിനിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ അതിന് താഴേക്ക് പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ മിനിമം ലെവൽ എത്തുന്നതിൻ്റെ ആ ടൈമിലേക്ക് പുതിയ ഐറ്റംസ് നമുക്ക് കിട്ടിയിരിക്കണം. എന്ന് വെച്ചാൽ മിനിമം ലെവലിൻ്റെ താഴെ പോവാതെ നോക്കണം. ആ രീതിയിലാണ് നമ്മൾ റീ ഓർഡർ ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ റീ ഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ നോക്കാം. റീ ഓർഡർ ലെവൽ ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരിയഡ്. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരിയഡ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഇസ് ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ ദ സ്റ്റോർ. സ്റ്റോറിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് 1/2 റീ ഓർഡർ ക്വാണ്ടിറ്റി. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ദ ആവറേജ് സ്റ്റോക്ക് ലെവൽ ഇസ് ഓൾസോ റിഗാർഡഡ് ആസ് the average of maximum and minimum stock level. മാക്സിമം ലെവലിൻ്റെ മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ ആവറേജ് ആയിട്ട് നമുക്ക് പറയാം ആവറേജ് സ്റ്റോക്ക് ലെവലിന്. അപ്പോൾ ഇക്വേഷൻ എന്താ വരാം, മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ആവറേജ്. അപ്പം രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ ഇതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേഞ്ചർ ലെവലാണ്. ഡേഞ്ചർ ലെവൽ എന്താണെന്ന് നോക്കാം. ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഈസ് ദ ലെവൽ സെറ്റ് ബിലോ ദ മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ താഴെയാണ് ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ വരുന്നത്. അറ്റ് വിച്ച് ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കോഷ്യസ് ഇൻ ഇഷ്യൂയിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എത്തുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽസ് പെട്ടെന്ന് ഇഷ്യൂ ചെയ്യില്ല, കോഷ്യസ് ആയിരിക്കും. അറ്റ് ദിസ് ലെവൽ മെറ്റീരിയൽസ് ആർ യൂഷ്വലി ഇഷ്യൂഡ് അണ്ടർ ദ സ്പെഷ്യൽ റിക്വസ്റ്റ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. When the material reaches the danger level, the stockkeeper makes special arrangement to get emergency supplies. പെട്ടെന്ന് തന്നെ purchase ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. So that production may not be totally held up due to non-availability of material. പ്രൊഡക്ഷൻ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി എമർജൻസി സപ്ലൈസിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്തും. ഇപ്പോൾ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഇതാണ് ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീ ഓർഡർ പീരിയഡ്. റീ ഓർഡർ പീരിയഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം കിട്ടാൻ എത്ര ടൈം എടുക്കും, അതിനാണ് റീ ഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. റീ ഓർഡർ പീരിയഡ് ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഓൺ പ്ലേസിംഗ് ഓർഡർ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ കിട്ടാൻ എത്ര ടൈം എടുക്കും, അതിനാണ് റീ ഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് as ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറയും. There may be minimum reorder period and maximum reorder period. Minimum reorder period ഉണ്ട്, maximum reorder period ഉണ്ട്. This may be expressed in terms of days, weeks, months, etc. അപ്പോൾ നമ്മൾ കൊണ്ടുവരാനുള്ള ടൈം ആണല്ലോ, അപ്പോൾ അത് ഡേയ്സിലും വീക്സിലും ഒക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. Normal reorder period is the normal or average time required for getting fresh supply. Fresh supply കിട്ടാനുള്ള ആവറേജ് ടൈമിനാണ് നമ്മൾ സാധാരണ നോർമൽ റിയോർഡർ പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സിമം റിയോർഡർ പീരിയഡ് ഉണ്ട്, മിനിമം റിയോർഡർ പീരിയഡ് ഉണ്ട്. നോർമൽ ഓർ ആവറേജ് റിയോർഡർ പീരിയഡ് ഈക്വൽ ടു മിനിമം റിയോർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റിയോർഡർ പീരിയഡ് ഡിവൈഡ് ബൈ 2. ഇപ്പോൾ മിനിമം റിയോർഡർ പീരിയഡിൻ്റെ മാക്സിമം റിയോർഡർ പീരിയഡിൻ്റെ ആവറേജിനാണ് നമ്മൾ നോർമൽ റിയോർഡർ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം റിയോർഡർ പീരിയഡ് പ്ലസ് മാക്സിമം റിയോർഡർ പീരിയഡ് ഡിവൈഡഡ് ബൈ 2 ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ കോമ്പണൻറ്റ് എക്സ് ഈസ് യൂസ്ഡ് ആസ് ഫോളോവേഴ്സ്. എക്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പണൻറ്റിൻ്റെ പേര് എക്സ് എന്നാണ്. മിനിമം യൂസേജ് തന്നിട്ടുണ്ട് 25 യൂണിറ്റ്സ് പെർ വീക്ക്. ഒരു വീക്കിൽ നമ്മൾ 25 യൂണിറ്റ്സ് ആണ് മിനിമം യൂസ് ചെയ്യുന്നത്. മാക്സിമം യൂസേജ് തന്നിട്ടുണ്ട് 75 യൂണിറ്റ്സ് പെർ വീക്കാണ്. നെക്സ്റ്റ് റിയോർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 400 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. റിയോർഡർ പീരിയഡ് തന്നിട്ടുണ്ട് 4 to 6 വീക്സ് ആണ് റിയോർഡർ പീരിയഡ്.
എമർജൻസി സപ്ലൈ ടൈം തന്നിട്ടുണ്ട് 2 വീക്സ്. നമ്മളോട് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിയോർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യണം, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ആവറേജ് ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇക്വേഷൻ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം റിയോർഡർ ലെവലാണ്. റിയോർഡർ ലെവലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റിയോർഡർ പീരിയഡ്. കൺസംഷൻ അല്ലെങ്കിൽ യൂസേജ്. അപ്പം മാക്സിമം കൺസംഷൻ നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 75 യൂണിറ്റ്സ് ആണ്. മാക്സിമം റിയോർഡർ പീരിയഡ് നമുക്ക് തന്നിട്ടുണ്ട് 4 to 6 വീക്സിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 6 ആണ് മാക്സിമം. അപ്പോൾ 75 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 450 യൂണിറ്റ്സ് കിട്ടി. നെക്സ്റ്റ് മിനിമം ലെവൽ. മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റിയോർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റിയോർഡർ പീരിയഡ് അല്ലെങ്കിൽ നോർമൽ റിയോർഡർ പീരിയഡ്. ആവറേജ് പറഞ്ഞാലും നോർമൽ പറഞ്ഞാലും സെയിം തന്നെ വരുന്നത്. എന്നുവെച്ചാൽ മിനിമം ഇൻറ്റു പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ റിയോർഡർ ലെവൽ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു 450 എന്ന് പറഞ്ഞിട്ട്. ആവറേജ് കൺസംഷൻ എന്തായിരിക്കും? അപ്പം മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം കൺസംഷൻ ഡിവൈഡ് ബൈ 2. രണ്ടും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ. മിനിമം കൺസംഷൻ എന്ന് വെച്ചാൽ യൂസേജ്. അപ്പോൾ 25 പ്ലസ് 75 ഡിവൈഡ് ബൈ 2 എടുക്കാം. ആവറേജ് റിയോർഡർ പീരിയഡ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ 4 to 6 വീക്സ് ആണ്. അപ്പോൾ 4 പ്ലസ് 6 ഡിവൈഡ് ബൈ 2. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 യൂണിറ്റ്സ് കിട്ടി. നെക്സ്റ്റ് മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ റിയോർഡർ ലെവൽ പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് റിയോർഡർ ലെവൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 450 ഉണ്ട്. പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി നോക്കാം. റിയോർഡർ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 400 ആണ്. ഇൻറ്റു മിനിമം യൂസേജ് അല്ലെങ്കിൽ മിനിമം കൺസംഷൻ 25 ആണെന്ന് തന്നിട്ടുണ്ട്. മിനിമം റിയോർഡർ പീരിയഡ് 4 to 6 ആണ്. അപ്പം മിനിമം റിയോർഡർ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എടുക്കാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 750 യൂണിറ്റ്സ് കിട്ടും. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മിനിമം ലെവൽ പ്ലസ് ഹാഫ് റിയോർഡർ ക്വാണ്ടിറ്റി. ഇപ്പം മിനിമം ലെവൽ നമുക്ക് നോക്കാം. മിനിമം ലെവൽ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് 200 യൂണിറ്റ്സ് ആണ്. പ്ലസ് ഹാഫ് റിയോർഡർ ക്വാണ്ടിറ്റി നമ്മളെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 400 യൂണിറ്റ്സ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 400. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 400 യൂണിറ്റ്സ് കിട്ടും. നെക്സ്റ്റ് ഡേഞ്ചർ ലെവൽ ആവറേജ് കൺസംഷൻ ഓർ നോർമൽ കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം ആണ്. അപ്പോൾ ആവറേജ് കൺസംഷൻ നമുക്ക് എത്രയാണെന്ന് അറിയാം? 75 പ്ലസ് 25 ഡിവൈഡ് ബൈ 2 അല്ലേ? എന്ന് വെച്ചാൽ 50 ആണ് നമ്മുടെ. ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം എന്ന് പറഞ്ഞാൽ 2 വീക്സ് ആണ്. അപ്പോൾ ഇൻറ്റു 2 എടുക്കാം. അപ്പോൾ 100 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് തേർഡ് പോയിന്റ് ആണ് സ്റ്റോക്ക് ടേൺ ഓവർ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ. ഇപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ ഇൻഡിക്കേറ്റ് ദ റേറ്റ് ഓർ സ്പീഡ് അറ്റ് വിച്ച് മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ്. മെറ്റീരിയൽസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡിനാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത്. The objective of ascertaining stock turnover ratio is to ensure the availability of all types of materials required. മെറ്റീരിയൽസ് റിക്വയർ ആയത് എല്ലാം അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഓവർ ഓർ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽ. ഓവർ സ്റ്റോക്കേജും ഉണ്ടാവാൻ പാടില്ല, അണ്ടർ സ്റ്റോക്കേജും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ പെട്ടെന്ന് കൺസ്യൂം ആകുന്നത്, സ്പീഡിൽ കൺസ്യൂം ആകുന്നത് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ നോക്കാം. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ കെപ്റ്റ് ഡ്യൂറിങ് ദ പീരിയഡ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ സാധാരണ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് അല്ലേ? മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മളോട് ഡേയ്സിലാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് 365 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഫോർ ദ ഇയർ 2005 ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്.
നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്. ഇപ്പോൾ രണ്ട് ഐറ്റത്തിൻ്റെ തന്നിട്ടുണ്ട്, മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബിയുടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, മെറ്റീരിയൽ ബിയുടെ 28,000. അതിന് മെറ്റീരിയൽ എയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 28,000, മെറ്റീരിയൽ ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 17,500. ഇനി പർച്ചേസ് തന്നിട്ടുണ്ട്, എ 2,28,000, ബി എത്ര തന്നിട്ടുണ്ട് 1,03,250. പിന്നെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, ഡിറ്റർമിൻ ദ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് ഫാസ്റ്റ് മൂവിങ്, ഇതും കൂടി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം, നമുക്ക് ഇക്വേഷൻ ഇട്ട് ഡയറക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ നമുക്ക് വേണം. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എയുടെ കണ്ടുപിടിക്കാം ആദ്യം. എയുടെ എത്ര വരുന്നത് 15,000 പ്ലസ് 2,28,000 മൈനസ് 28,000 കിട്ടും. അപ്പോൾ 2,15,000 കിട്ടി. ബിയുടെ എത്ര കിട്ടി 28,000 പ്ലസ് 1,03,250 മൈനസ് 17,500, 1,13,750. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം, ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ. ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എയുടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21,500 കിട്ടി. ബിയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എയുടെ 15,000 പ്ലസ് 28,000 ഡിവൈഡഡ് ബൈ 2. ബിയുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 28,000 പ്ലസ് 17,500 ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഒക്കെ കിട്ടി. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ. നമ്മളിതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയുടെ എങ്ങനെ വരും, 2,15,000 ഡിവൈഡഡ് ബൈ 21,500. അപ്പോൾ 10 ടൈംസ് കിട്ടും. ബിയുടെ എത്ര വരുന്നുണ്ട് 1,13,750 ഡിവൈഡ് ബൈ 22,750. അപ്പോൾ 5 ടൈംസ് കിട്ടി. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ്, നമ്മളോട് ഏതാന്ന് നമ്മൾ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ ചോദിച്ചില്ലേ. അപ്പം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 365 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ് ചെയ്താൽ മതി. അപ്പോൾ 365 ഡിവൈഡ് ബൈ 10 ആണ് എയുടെ വരുന്നത്, 365 ഡിവൈഡ് ബൈ 5 ആണ് ബിയുടെ വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടിയത് എത്രയാണ്, എയുടെ 10 ടൈംസും പക്ഷേ ബിയുടേത് 5 ടൈംസ് ആണ്. ഇറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് എ ഈസ് ഡബിൾ ദാൻ ബി. അപ്പോൾ എ 10 ടൈംസ് ആണ്, ബി 5 ആണ്. അപ്പോൾ എ ഡബിൾ ആണ് ബിയുടെ. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ദാറ്റ് മെറ്റീരിയൽ എ കൺസ്യൂംഡ് അറ്റ് ഡബിൾ റേറ്റ് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് മെറ്റീരിയൽ ബി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡേയ്സിൽ ചെയ്ത് കഴിഞ്ഞാലും എത്ര വരുന്നത്, ബി 73 ഡേയ്സ് ആണ്, എ പക്ഷേ 36 ഡേയ്സിൽ തന്നെ പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെറ്റീരിയൽ എ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ഓർ അനാലിസിസ് ഓഫ് ഇൻവെന്ററീസ് ആണ്. എന്താ പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻവെന്ററി കൺട്രോൾ ബൈ അനലൈസിങ് ദ വൈറ്റാലിറ്റി, ഇമ്പോർട്ടൻസ് ഓർ കോസ്റ്റ് എലമെന്റ്സ് ഓഫ് മെറ്റീരിയൽ ഇൻവോൾവ്. അപ്പോൾ ഇതിനാണ് നമ്മൾ സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ സെലക്റ്റീവ് കൺട്രോൾ മെത്തേഡ്സ്. അതിൻ്റെ ഓരോ മെത്തേഡായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറയുന്നത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മുടെ ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് വേർ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആർ കാറ്റഗറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലേറ്റീവ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർ വാല്യൂ. അപ്പോൾ റിലേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ നമ്മൾ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂയുടെ ബേസിസിൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് മോർ കെയർ ആൻഡ് കൺട്രോൾ ആർ നെസസറി ഫോർ മോർ കോസ്റ്റ്ലി ഐറ്റംസ്. കോസ്റ്റ്ലി ഐറ്റംസിന് നമ്മൾ കൂടുതൽ കൺട്രോൾ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓഫ് മെറ്റീരിയൽ. ആൻഡ് ലെസ് കെയർ ആൻഡ് ലെസ് കൺട്രോൾ ആസ് ഗിവൺ ടു ലെസ് കോസ്റ്റ്ലി ഐറ്റം. കോസ്റ്റ്ലി അല്ലാത്ത ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ കുറച്ച് മതി, എന്നാലേ നമ്മളെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർ ദിസ് സിസ്റ്റം ദ സ്റ്റോഴ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു A, B ആൻഡ് C. അപ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും നമ്മളെ സ്റ്റോഴ്സിന്, നമ്മുടെ കയ്യിലെ മെറ്റീരിയൽസിന് ഓൺ ദ ബേസിസ് ഓഫ് റിലേറ്റീവ് വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി. വാല്യൂയുടെ ബേസിസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. മെറ്റീരിയൽസ് വിച്ച് ആർ വെരി കോസ്റ്റ്ലി ബട്ട് ഫോം ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ടോട്ടൽ ഇൻവെന്ററി ഇൻ വോളിയം ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ എ കാറ്റഗറി. എ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നതും അതേസമയം അതിന് ക്വാണ്ടിറ്റി കുറവായിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടിയത് കൊണ്ട് വാല്യൂ കൂടാം, അങ്ങനെയല്ലാതെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിന് വാല്യൂ കൂടുതൽ, പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നില്ലേ, അതാണ് എ കാറ്റഗറിയിൽ വരുന്നത്. മെറ്റീരിയൽ വിച്ച് contributes a major portion of the total inventory but relatively of small value are grouped under C category. Any major portion
എന്നുവെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലാണ് പക്ഷെ കോസ്റ്റ് കുറവാണ്. അതിന് നമ്മൾ സി കാറ്റഗറിയിൽ വരാം. അപ്പോൾ എയും സിയും ആയി. ഇനി ബി വേണം. ഐറ്റംസ് ഓഫ് മെറ്റീരിയൽസ് ഹൂസ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ആർ മോർ ഓർ ലെസ് സെയിം ആർ ബ്രോട്ട് അണ്ടർ ബി കാറ്റഗറി. ഇനി വാല്യൂം അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും ഏകദേശം ഒരു ആവറേജിൽ കിടക്കുന്നത് അല്ലെ സെയിം ആയിട്ട് വരുന്നതിനെ നമുക്ക് ബി കാറ്റഗറിയിൽ പെടുത്താം. എ കാറ്റഗറി മെറ്റീരിയൽസ് റിക്വയർ ഗ്രേറ്റ് കെയർ ആൻഡ് കൺട്രോൾ. എ കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ പക്ഷെ അതിന് ഭയങ്കര വിലയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെ കുറച്ച് ലോസ് ആയി തന്നെ വലിയ വില അതിൻ്റെ വാല്യൂ ഒരുപാട് നമുക്ക് ലോസ് വരും. ബി കാറ്റഗറി റിക്വയർസ് നോർമൽ കെയർ ആൻഡ് അറ്റൻഷൻ. ബി കാറ്റഗറി ആണെങ്കിൽ നോർമൽ കെയർ ആൻഡ് അറ്റൻഷൻ വരും. സി കാറ്റഗറി മെറ്റീരിയൽ റിക്വയർ കമ്പാരിറ്റീവ്ലി ലെസ് കെയർ. സിയുടെ കാര്യത്തിലാണെങ്കിൽ കെയർ കുറച്ച് മതി. ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ വില അത്രയൊന്നും പോകുന്നില്ല അല്ലേ. ഇപ്പോൾ പഞ്ഞിയൊക്കെ പറയുന്നതാണ് കുറേ കാണാൻ കുറേ ഉണ്ടാവും പക്ഷെ അതിൻ്റെ വില നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി എ കാറ്റഗറി എന്ന് പറയുക ഗോൾഡൊക്കെ പോലെ. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പക്ഷെ അതിന് ഒരുപാട് വില കാണും. അപ്പം അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏറ്റവും വില കൂടിയതും ക്വാണ്ടിറ്റി കുറവായതും എ കാറ്റഗറിയിൽ. ഇനി ഏറ്റവും വില ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും വില അത്രയൊന്നും ഇല്ലാത്തതിന് നമ്മൾ സി എന്ന് പറയും. ഇനി ഇത് ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്നതിന് നമ്മൾ ബി എന്ന് പറയും. ഇപ്പം ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടത് എ ആണ്, നോർമൽ കൺട്രോൾ ചെയ്യേണ്ടത് ബി ആണ്, പിന്നെ റിലേറ്റീവ് ലെസ് കെയർ വേണ്ടത് സി കാറ്റഗറി ഐറ്റംസിന്. നെക്സ്റ്റ് വി ഇ ഡി അനാലിസിസ് ആണ്. വി ഡി അനാലിസിസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ് എന്ന് പറയും. ഇനി അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ അനാലിസിസ് of material control device applied on the basis of essentiality and relative importance of availability of certain materials. നമ്മൾ നേരത്തെ എ ബി സിയിൽ എന്തൊക്കെയാണ് നോക്കിയത്, വാല്യൂവും ക്വാണ്ടിറ്റിയും നോക്കിയെങ്കിൽ ഇവിടെ എസെൻഷ്യാലിറ്റിയും അതിൻ്റെ അവൈലബിലിറ്റിയും നോക്കിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഇൻറ്റൻഡഡ് ടു കൺട്രോൾ ദ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ മറ്റേ നമ്മൾ റോ മെറ്റീരിയൽസിൻ്റെ കേസിലാണെങ്കിൽ ഇത് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. On the basis of relative importance, spare parts may be classified into three categories. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അതാണ് മൂന്നെണ്ണം. ഒന്നാമത്തെ വൈറ്റൽ, രണ്ടാമത്തെ എസെൻഷ്യൽ, മൂന്നാമത്തെ ഡിസൈറബിൾ. ഇനി വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വൈറ്റൽ സ്പെയർ പാർട്സ് ആർ ദോസ് ഐറ്റംസ് ഓഫ് പാർട്സ് whose non-availability may lead to stoppage of production. ഇതില്ലെങ്കിൽ നമ്മളെ പ്രൊഡക്ഷൻ നിന്ന് പോകും. അങ്ങനെയുള്ള സ്പെയർ പാർട്സിനാണ് നമ്മൾ വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത്. Therefore, every effort should be made to ensure the availability of these spare parts at any time. എല്ലാ സമയം ഇത് ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ മെഷേഴ്സും എടുത്തിരിക്കണം. എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ അപ്പം തന്നെ പ്രൊഡക്ഷൻ നിന്ന് പോകും. ഇനി പ്രൊഡക്ഷൻ may not be interrupted due to the non-available of essential spare parts for some hours. എസെൻഷ്യൽ സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറേക്ക് നമ്മളെ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ആവില്ല. ബിയോണ്ട് വിച്ച് പ്രൊഡക്ഷൻ വിൽ ബി സ്റ്റോപ്ഡ്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. ആൻഡ് ദീസ് ആർ these are essential. അതുകൊണ്ട് നമ്മൾ ഇതിനെ എസെൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഡിസൈറബിൾ സ്പെയർ പാർട്സ് ആർ ദോസ് സ്പെയർ പാർട്സ് which are needed but their absence for certain days may not lead to stoppage of production. അപ്പോൾ ഇത് ആവശ്യമാണ് പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഇതില്ലെങ്കിലും നമ്മളെ പ്രൊഡക്ഷൻ നടന്നു പോകും. ഇതാണ് ഡിസൈറബിൾ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പം നോക്കാം, വി ഡിയിൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നിന്ന് പോകും. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ കുറച്ച് മണിക്കൂറേക്ക് നമുക്ക് പ്രശ്നം വരില്ല, അത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ നിന്ന് പോകും. ഇനി ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് ദിവസത്തേക്ക് പ്രശ്നം കാണില്ല പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നിന്നും. ഇങ്ങനെയുള്ള സ്പെയർ പാർട്സിനാണ് നമ്മൾ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, വൈറ്റൽ എല്ലാ സമയം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അതുപോലെ എസെൻഷ്യലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഡിസൈറബിൾ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മൾ അതിൻ്റെ മേലെ ശ്രദ്ധിക്കണം എന്നില്ല. ഇനി ഇൻവെൻറ്ററി അനാലിസിസിൽ തേർഡ് വൺ പറയുന്നത് FSN അനാലിസിസ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ആണ് FSN എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കാറ്റഗറൈസിങ് മെറ്റീരിയൽസ് ഇൻ ദ സ്റ്റോഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഫ്രം ദ സ്റ്റോർ. ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് എത്ര പെട്ടെന്ന് അതിനെ യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലാണ്, നമ്മൾ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ബേസിലാണ് ഇന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ ദ സിസ്റ്റം ദ ഇൻവെൻറ്ററീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു fast moving, slow moving and non moving items. അപ്പോൾ ഒരു ഐറ്റം നോക്കാം. ഫാസ്റ്റ് മൂവിങ് ഐറ്റം. These are the materials which are very rapidly consumed and their turnover ratio is very high. മെറ്റീരിയൽ ടേൺ റേഷ്യോ വളരെ ഹൈ ആയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുന്നത്. വെച്ചാൽ പെട്ടെന്ന് യൂസ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് ദ സ്റ്റോക്സ് ആർ ടു ബി റീപ്ലെനിഷ്ഡ് വെരി ഫ്രീക്വൻറ്റ്ലി. നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ പിന്നെയും എടുത്തു വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ ഓർഡറിങ് കൂടുതലായിരിക്കണം. നെക്സ്റ്റ് സ്ലോ മൂവിങ് ഐറ്റംസ്. ദീസ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ നോട്ട് ഫ്രീക്വൻറ്റ്ലി റിക്വയർഡ്. അത്ര കൂടുതൽ മൂവ്മെൻറ്റ് ഇല്ലാത്തത്.
required for consumption and in their stock are not to be replenished. പെട്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരില്ല സ്ലോ മൂവിങ് ഐറ്റം ആണെങ്കിൽ. നോൺ മൂവിങ് ഐറ്റം ആണെങ്കിൽ നോൺ മൂവിങ് ഐറ്റം ഓർ ഡോർമെന്റ് സ്റ്റോക്ക് ആർ ദോസ് ഐറ്റംസ് ഓഫ് സ്റ്റോക്ക് വിച്ച് ആർ നോട്ട് മൂവിങ് കറൻ്റ്ലി. ഇപ്പം നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരാം. അങ്ങനത്തെയാണ് നമ്മൾ നോൺ മൂവിങ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ FSN അനാലിസിസ് എന്തായിരുന്നു? ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഐറ്റം. അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ FSN അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ഓർ JIT സിസ്റ്റം ആണ്. ജസ്റ്റ് ഇൻ ടൈം ഈസ് എ മോഡേൺ ടെക്നിക് ആണ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ ദാറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്റ്റോക്ക് മിനിമൈസ് ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയാണ് നമ്മൾ ഈ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. JIT ഓഫൺ റെഫേഴ്സ് ടു ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ് വരുന്നുണ്ട്, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ആൻഡ് ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി. ഇതാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ അതിൽ വരുന്നത്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ് ഈസ് ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ഓർ ഗുഡ്സ് ഓൺലി വെൻ ദേ ആർ നീഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രം പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ. ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ഇസ് പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓൺലി വെൻ ദേ ആർ റിക്വയർഡ്. ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെലിവറിങ് ദ ആർട്ടിക്കിൾസ് ഓൺലി വെൻ ദേ ആർ റിക്വയർഡ് ടു ബി ഡെലിവേർഡ്. ആവശ്യം വരുമ്പോൾ മാത്രം ഡെലിവർ ചെയ്യാം. എന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് മെറ്റീരിയൽസ് മാത്രമല്ല, വർക്ക് ഇൻ പ്രോഗ്രസും ഫിനിഷ്ഡ് പ്രോഡക്ട്സും. എന്ന് വെച്ചാൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് ഡെലിവറി ചെയ്യാത്ത സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ മാത്രമല്ല വരുന്നത്, പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് ഇൻ ടൈം ആയിരിക്കണം, പ്രൊഡക്ഷനും ജസ്റ്റ് ഇൻ ടൈം ആയിരിക്കണം, ഡെലിവറിയും ജസ്റ്റ് ഇൻ ടൈം മാത്രം ചെയ്യാം. ഇതാണ് JIT സിസ്റ്റം അല്ലെ JIT അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇൻവെൻട്രി അനാലിസിസിൻ്റെ 5th പോയിന്റ് ആണ് സ്റ്റോഴ്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, അതാണ് സ്റ്റോക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ടു എക്സസൈസ് പ്രോപ്പർ കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ദ സ്റ്റോർ, സർട്ടൺ ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ദർ ആർ മെയിൻലി 2 ഇമ്പോർട്ടൻറ്റ് ഇൻവെൻട്രി റെക്കോർഡ്സ്, ബിൻ കാർഡ് ആൻഡ് സ്റ്റോർ ലെജർ. മെയിനായിട്ട് 2 എണ്ണം ഉള്ളത് എന്ന് പറയുന്നുണ്ട്, ബിൻ കാർഡും സ്റ്റോഴ്സ് ലെജറും ആണ്. അപ്പോൾ എന്താ ബിൻ കാർഡ് നോക്കാം നമുക്ക്. ബിൻ കാർഡ് ഈസ് എ കാർഡ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ ഇൻ ദ സ്റ്റോർ ഷോയിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ദ ബിൻ. ഇപ്പോൾ ഒരു ബിന്നിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. ആ കാർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഈ ബിന്നിനകത്ത് എത്ര മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടിട്ടു, അതിൽ നിന്ന് എത്ര നമ്മൾ ഇഷ്യൂ ചെയ്തു, ബാക്കി എത്രയുണ്ട്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി മാത്രമാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. എ ബിൻ ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ബിൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വെക്കുന്ന ഒരു പ്ലേസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് റാക്ക് ആവാം, കണ്ടെയ്നർ ആവാം, ഷെൽഫ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സെപ്പറേറ്റ് ബിൻ കാർഡ്സ് ഇസ് യൂസ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയൽസിനും സെപ്പറേറ്റ് നമ്മൾ ബിൻ കാർഡ് കീപ്പ് ചെയ്യണം. എൻട്രീസ് ഇൻ ദ ബിൻ കാർഡ് ആർ മെയ്ഡ് ബൈ ദ സ്റ്റോഴ്സ് പേഴ്സൺ. സ്റ്റോർ പേഴ്സണാണ് ഇതിൽ എൻട്രീസ് ഒക്കെ ചെയ്യുന്നത്. സ്റ്റോഴ്സിൽ റിസീവ് ചെയ്യുന്നത് എത്രയാണെന്ന് ആദ്യം എഴുതി വെക്കും. അതിൽ ഇഷ്യൂ ചെയ്യുമ്പം ഓരോ ഇഷ്യൂവും അവിടെ എഴുതി വെക്കും. അത് മൈനസ് ചെയ്തിട്ട് ഓരോ ഇഷ്യൂ ചെയ്യുമ്പം ബാലൻസ് നമ്മൾ അവിടെ എഴുതി വെക്കും. ക്വാണ്ടിറ്റി മാത്രമാണ് എഴുതി വെക്കുന്നത്. ഈച്ച് റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ഈസ് റെക്കോർഡഡ് ഓൺ ദ ബിൻ കാർഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. എന്ന് വെച്ചാൽ ടൈമിൻ്റെ ബേസിൽ കിട്ടുമ്പം അത് എഴുതും. ആദ്യം ഇഷ്യൂ ചെയ്യുമ്പം ആ ഇഷ്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യും. അങ്ങനെ ടൈമിൻ്റെ ബേസിസിലാണ്, ഡേറ്റിൻ്റെ ബേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദ ലേറ്റസ്റ്റ് ബാലൻസ് ഈസ് ഷോൺ ആഫ്റ്റർ ഈച്ച് റെസിപ്റ്റ്. ഓരോ റെസിപ്റ്റിന് ശേഷം ഓരോ ഇഷ്യൂവിന് ശേഷം ലാസ്റ്റ് ബാലൻസ് നമ്മൾ കാണിക്കും. സോ ഇപ്പം നമ്മൾ 100 യൂണിറ്റ്സ് ഉണ്ട്, 10 യൂണിറ്റ്സ് ഒരാൾക്ക് കൊടുത്ത് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ 90 കാണിച്ച് ബാലൻസ് കാണിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ 110 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ സ്റ്റോർ കീപ്പർ വിച്ച് ഷോസ് ദ നെയിം ഓഫ് മെറ്റീരിയൽ. അതിന് മെറ്റീരിയലിൻ്റെ പേരുണ്ടാവും, കോഡ് നമ്പർ ഓഫ് മെറ്റീരിയൽ, അതിൻ്റെ കോഡ് നമ്പർ ഉണ്ടാവും, സ്റ്റോഴ്സ് ലെജർ ഫോളിയോ നമ്പർ. സ്റ്റോഴ്സ് ലെജറിൽ അതിൻ്റെ ഫോളിയോ നമ്പർ ഏത് പേജിലാണ് അതിനെപ്പറ്റി റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരിക്കുന്നത് ആ നമ്പറും കൂടി അതിൽ കാണിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്ന ഡബിൾ ബിൻ സിസ്റ്റം. ഈ ബിൻ കാർഡ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ബിൻ ഉണ്ടാവും. ഡബിൾ ബിൻ സിസ്റ്റം ഇസ് എ സിസ്റ്റം ഓഫ് ഡിവൈഡിങ് എ ബിൻ ഇൻറ്റു 2 പാർട്സ്. ഒരു ബിന്നിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു മെറ്റീരിയലിനെ തന്നെ 2 ബിന്ന് എന്ന് വെച്ചാൽ 2ഉം കൂടിയാണ് നമ്മൾ ഒരു ബിന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ സ്മോളർ പാർട്ട് സ്റ്റോഴ്സ് ദ ക്വാണ്ടിറ്റി ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പോൾ അതിൽ ചെറിയ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? മിനിമം സ്റ്റോക്ക് ലെവലിൽ എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും അതിൽ കീപ്പ് ചെയ്യും. എന്താ അതർ പാർട്ട്
ടു സ്റ്റോർ ദ റിമൈനിങ് ബാലൻസ്. അപ്പോൾ അതിൻ്റെ ബാക്കി എത്രയാണോ ഉള്ളത് അത് വേറൊരു പാർട്ടിലിടും. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ട് റിമൈനിങ് ക്വാണ്ടിറ്റി ഇട്ട പാർട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് പോകുന്നത്. ദ ക്വാണ്ടിറ്റി ഇൻ ദ സ്മോളർ പാർട്ട് ഇസ് നോട്ട് ഇഷ്യൂഡ് സോ ലോങ് ആസ് ദ മെറ്റീരിയൽ ഇസ് അവൈലബിൾ ഇൻ അതർ പാർട്ട്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ബിന്നിൽ കിടക്കുന്ന റിമൈനിങ് ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്ന കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഉള്ളിടത്തോളം നമ്മൾ ഒന്നാമത്തെ ബിന്ന് തൊടില്ല, മിനിമം ക്വാണ്ടിറ്റിയുടെ ബിന്ന് നമ്മൾ തൊടുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റണം മിനിമം ക്വാണ്ടിറ്റി റീച്ച് ചെയ്തോ ഇല്ലയോ എന്നല്ലേ. അപ്പം മറ്റേതാകുമ്പോൾ നമ്മൾ കണക്കെടുത്ത് കണ്ടുപിടിക്കണം. ഇതാകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ബിന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മിനിമം ക്വാണ്ടിറ്റി റീച്ച് ചെയ്തു, അപ്പം തന്നെ പർച്ചേസ് ചെയ്യണം. ഇതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ ബിൻ സിസ്റ്റം കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് സ്റ്റോഴ്സ് റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. മറ്റേ നമ്മൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്യുന്നതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജർ കീപ്പ് ചെയ്യുന്നത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഷോയിങ് ദ ക്വാണ്ടിറ്റി മാത്രമല്ല പ്രൈസ് ആൻഡ് വാല്യൂ മെറ്റീരിയൽ റിസീവ്ഡ്, പ്രൈസും കൂടി കാണിക്കും. മറ്റേതിൽ നമ്മൾ ബിൻ കാർഡിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ബിൻ കാർഡിൽ നമ്മൾ ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുള്ളൂ, ഇതിൽ അതിൻ്റെ പ്രൈസും വാല്യൂ ഒക്കെ കാണിക്കണം. ഇഷ്യൂഡ് ആൻഡ് ദ ബാലൻസ് സ്റ്റോക്ക്, ഇഷ്യൂ ചെയ്തതും അതുപോലെ ബാലൻസ് ഉള്ളതും എല്ലാം അതേപോലത്തെ ഫോമാറ്റ് തന്നെ. ഓരോ ഇഷ്യൂവും ഓരോ റിസീറ്റും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും, പക്ഷേ ഇതിൽ പ്രൈസും കൂടി വരും. One stores ledger is allowed to each component of material. ഒരു മെറ്റീരിയലിന് ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ. Entries are made in the ledger by the costing clerk with reference to good received note, material requisition note, material return note, etc. അപ്പം മെറ്റീരിയൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ടും ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ദ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് എനി ടൈം. അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം, ബിൻ കാർഡ് പോലെ തന്നെ. അപ്പോൾ ബിൻ കാർഡിൽ നമ്മൾ ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുള്ളൂ, പക്ഷേ ഇതിൽ നമ്മൾ അതിൻ്റെ പ്രൈസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ബാലൻസ് ചെയ്ത എമൗണ്ട് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഇൻവെൻട്രി അനാലിസിസിലെ 6th പോയിന്റ് ആണ് വരുന്നത്, ഇൻവെൻട്രി സിസ്റ്റം ഓർ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയും. അപ്പോൾ സ്റ്റോക്ക് ടേക്കിംഗിൽ എന്തൊക്കെയോ വരുന്നതെന്ന് നോക്കാം. സ്റ്റോക്ക് ടേക്കിംഗ് ഇസ് ദ വെരിഫിക്കേഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ഫിസിക്കൽ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോർ വിത്ത് ദ ബാലൻസ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോഴ്സ് റെക്കോർഡ്. സ്റ്റോക്ക് റെക്കോർഡിലുള്ളതും അതേപോലെ തന്നെ കറക്റ്റ് നമ്മുടെ സ്റ്റോക്ക് എത്രയാണോ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്, അതിനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. പീരിയോഡിക് ആൻഡ് ആനുവൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയും ഫസ്റ്റത്തത്. ഇപ്പോൾ പീരിയോഡിക് inventory system is a system of stock taking where stock is verified periodically ആണ് നമ്മൾ ഇതിൽ വെരിഫൈ ചെയ്യുന്നത്. ഇറ്റ് മേ ബി അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്, ഒന്നുകിൽ മന്തിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ എവറി 3 months, ഹാഫ് ഇയർലി എക്സെട്ര. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുവാണ്. ഫിസിക്കലി നമ്മൾ പോയിട്ട് സ്റ്റോറിൽ പോയിട്ട് ചെക്ക് ചെയ്യും ഇത്രയാണുള്ളത്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ മാത്രമല്ലാതെ നമ്മൾ സ്റ്റോഴ്സിൽ റെക്കോർഡ്സിൽ കാണിക്കുന്നത് എത്രയുണ്ടാവും അത് രണ്ടും കൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് വേർ സ്റ്റോക്ക് ഈസ് ടേക്കൺ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. നോർമലി നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ആണല്ലേ സ്റ്റോക്കൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീരിയോഡിക് ആൻഡ് ആനുവൽ ഇൻവെൻട്രി സിസ്റ്റം ചെയ്യുന്നത്. നെക്സ്റ്റ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. വേർ ദ ഫിസിക്കൽ ബാലൻസ് ഇൻ മെറ്റീരിയൽസ് ആർ ചെക്ക്ഡ് ബൈ ദ സ്റ്റോർ പേഴ്സണൽ ഇൻ ചാർജ് ഓഫ് സ്റ്റോർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എവറി റിസീറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. പീരിയോഡിക്കലല്ല, ഓരോ ഇഷ്യൂവും ഓരോ റെസീറ്റ് നടക്കുന്ന സമയത്ത് ഫിസിക്കലിയും കൂടി ചെക്ക് ചെയ്യുക. കാർഡിൽ എഴുതിയത് മാത്രമല്ലാതെ നമ്മൾ ഫിസിക്കലി ബിന്നിൻ്റെ അകത്ത് അത്ര ഐറ്റം തന്നെയാണോ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യാം. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഇപ്പോൾ എല്ലാ വർഷം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ വർഷം മുഴുവൻ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അണ്ടർ ദ സിസ്റ്റം സ്റ്റോക്ക് ടേക്കിംഗ് ഗോസ് സൈമൾട്ടേനിയസ്ലി വിത്ത് അതർ ട്രാൻസാക്ഷൻസ്. അപ്പം അതർ ട്രാൻസാക്ഷൻ പോലെ തന്നെ ഡെയിലി നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് അവിടെ നടക്കുവാണ് രണ്ടാമത്തെ മെത്തേഡിൽ. ഒന്നാമത്തെ പീരിയോഡിക് ആനുവൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു പീരിയഡിൻ്റെ എൻഡിൽ, ചിലപ്പോൾ മന്ത് എൻഡിലോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർ എൻഡിലോ നടത്തുന്നതാണ്. പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെയിലി എന്നല്ല, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. Next, continuous stock taking ആണ്. Continuous stock taking is a system of stock taking in which physical verification of each and every item of stock is made a number of times each year by a team of persons specially deputed for the purpose. അപ്പോൾ ഇതിനു വേണ്ടി തന്നെ കുറച്ച് പേഴ്സൺസിനെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. അവർ വന്നിട്ട് ഓരോ വർഷവും പല സമയത്തായിട്ട് പലതവണ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The items are verified by counting, weighing and measuring. ഇപ്പോൾ കൗണ്ട് ചെയ്യുക, അതേപോലെ വെയ് ചെയ്ത് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം, and are
കമ്പയർഡ് വിത്ത് ദ ബിൻ കാർഡ് ബാലൻസ്. എന്നിട്ട് ബിൻ കാർഡിലെ ബാലൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. Although continuous stock taking is totally different from perpetual inventory system, it acts as a supporting tool for perpetual inventory system. ഇപ്പോൾ പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ല, ഓരോ പീരിയഡിൽ ഓരോ ടൈമിൽ പല സമയത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഇയർ എൻഡിലോ മന്ത് എൻഡിലോ അല്ല, പല സമയത്തായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന് നമുക്കിതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം അല്ലേ, സപ്പോർട്ടിങ് ടൂളായിട്ട്. എന്ന് വെച്ചാൽ അവർ ചെക്ക് ചെയ്യുന്നതും ഇവർ ചെക്ക് ചെയ്യുന്നതും കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് മെറ്റീരിയൽ ലോസസ് ആണ് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ മെറ്റീരിയൽ ലോസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലോസ് ഇസ് ആൻ അൺഅവോയ്ഡബിൾ ലോസ്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ലോസ് ആണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? വിച്ച് ഒക്കർ ഡ്യൂ ടു ദ ഇൻഹെറന്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ് അണ്ടർ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുവാണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ കൊണ്ട്, ആ മെറ്റീരിയലിൻ്റെ നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ നേച്ചർ കൊണ്ട് ഉണ്ടാവുന്ന ലോസസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ലിക്വിഡായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ കുറച്ച് ലിക്വിഡ് എങ്ങനെയെങ്കിലും ആയിട്ട് നമുക്ക് വേസ്റ്റേജ് വരും, അല്ലെങ്കിൽ ലീക്കേജ് വരും അല്ലേ. അതുപോലെ ഗ്യാസ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചെങ്കിലും നമ്മളത് പാക്ക് ചെയ്യുന്ന സമയത്തോ എങ്ങനെയെങ്കിലും ആയിട്ട് കുറച്ച് നമുക്ക് ലീക്കേജ് വരും. അപ്പോൾ ഇതൊക്കെ ആ പ്രോഡക്റ്റിൻ്റെ നേച്ചറാണ്, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ലോസസിനാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. നമുക്ക് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസിസിൽ നമുക്കറിയാം ഏകദേശം ഇത്ര എന്തായാലും നമുക്ക് ലോസ് വരും. ഇപ്പം നമ്മൾ മെറ്റീരിയൽ ഇപ്പം ലിക്വിഡ് ആണെങ്കിൽ അത് ഇത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനിടയിൽ ഇത്ര നഷ്ടപ്പെടും, നമുക്ക് സാധാരണ അങ്ങനെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസിൻ്റെ ബേസിലും അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയതിൻ്റെ ബേസിലും നമുക്ക് ആദ്യമേ അറിയാം ഇത്രയാണ് നമുക്ക് ലോസ് വരാനുള്ളത്. It may be in the form of normal wastage, normal scrap, normal spoilage, normal defective, etc. അപ്പോൾ ഇതിനൊക്കെ നോർമൽ സ്ക്രാപ്പ് ആയിട്ട് വരാം, വേസ്റ്റേജ് വരാം, ഡിഫക്റ്റീവ് ആയിട്ട് കുറച്ച് ഐറ്റംസ് വരും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം ഇത്ര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര ഡിഫക്റ്റീവ് ഉണ്ടാവും എന്നുള്ള കാര്യം. ഇറ്റ് മേ ഒക്കർ അറ്റ് എനി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ, ഏത് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ വേണമെങ്കിലും നോർമൽ ലോസ് ഉണ്ടാവാം. ഒരു അബ്നോർമൽ ലോസ് നോക്കാം. അബ്നോർമൽ ലോസ് ഈസ് എൻ അവോയ്ഡബിൾ ഓർ ആക്സിഡന്റൽ ലോസ്. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ലോസാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. വിച്ച് ഒക്കർ ഡ്യൂ ടു ദ അബ്നോർമൽ റീസൺസ് ലൈക്ക് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവായത് കാരണം, കെയർലെസ്നെസ് ഓഫ് വർക്കറിൻ്റെ കെയർലെസ്നെസ് കാരണം, മെഷീനറി ബ്രേക്ക് ഡൗൺ കാരണം, അൺപ്ലാൻഡ് ഓപ്പറേഷൻസ് എക്സെട്ര, ഇതൊക്കെ കാരണം വരുന്നതാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. സച്ച് ലോസസ് ആർ ഇൻ എക്സസ് ഓഫ് പ്രീ ഡിറ്റർമിൻ നോർമൽ ലോസസ്. നമുക്ക് നോർമൽ ലോസസ് പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് ലോസ് വരുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. സച്ച് ലോസസ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് മുന്നേ അറിയാൻ പറ്റില്ലല്ലോ, ഇന്ന് വർക്കർ പോയിട്ട് ഇന്ന് കെയർലെസ്നെസ് കാരണം എത്ര ലോസ് വരുത്തുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. Thus, abnormal losses arise when actual losses are more than expected loss. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ലോസിനെ കാട്ടി കൂടുതൽ ലോസ് വരുമ്പോൾ നമുക്കറിയാം അവിടെ അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ലോസസ് ആണ്. ലോസസ് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വേസ്റ്റേജ് ആണ്. വേസ്റ്റേജ് ഇസ് ദ ലോസസ് വിച്ച് ഇസ് ഇൻവിസിബിൾ ഓർ വിച്ച് കനോട്ട് ബി കളക്റ്റഡ് ഓർ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി സെയിലബിൾ വാല്യൂ. വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻവിസിബിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. വിച്ച് കനോട്ട് ബി കളക്റ്റഡ് ഓർ വിച്ച് ഡസ് നോട്ട് ഹാവ് എ സെയിലബിൾ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സെയിൽ ചെയ്യാൻ പറ്റില്ല. അത് എക്സാമ്പിൾ പറയുകയാണ് ലോസ് ബൈ ഇവാപ്പറേഷൻ. നമുക്ക് ചിലപ്പം അത് ഗ്യാസ് ആയി പോവും ചില ഐറ്റംസ് അല്ലേ. ശ്രിങ്കേജ്, ചിലത് ചുരുങ്ങി പോവാം, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിനിടെ ചുരുങ്ങി പോവാം. കൺവേർഷൻ ടു ഗ്യാസ് ഓർ സ്മോക്ക്, ചിലപ്പം ഗ്യാസ് പോലെ സ്മോക്കോ ആയി കൺവേർട്ട് ആയി പോവാം. സ്പില്ലിംഗ് ഓഫ് ലിക്വിഡ് വിച്ച് കനോട്ട് ബി കളക്റ്റഡ്, അല്ലെങ്കിൽ ലിക്വിഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം, ഒഴുകി പോവാം. ഇതെല്ലാം നമ്മൾ വേസ്റ്റേജ് എന്ന് പറയുകയാണ്. അപ്പോൾ വേസ്റ്റേജ് ശരിക്കും നോർമലും അബ്നോർമലും ഉണ്ട്. ഇപ്പോൾ നോർമൽ നമുക്കറിയാം അതിന് നേച്ചർ കാരണം ഉണ്ടാകുന്നത് വേസ്റ്റേജിനാണ് നോർമൽ എന്ന് പറയുന്നത്. അബ്നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താ ആക്സിഡൻസിൽ അങ്ങനെ എന്തെങ്കിലും കാരണം വരുന്നുണ്ടാണ് അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത്. നോർമൽ വേസ്റ്റേജ് നോർമലി നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. പക്ഷേ അബ്നോർമൽ വേസ്റ്റേജ് നമ്മൾ ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്, സ്ക്രാപ്പ് ഈസ് ഇൻസിഡന്റൽ റെസിഡ്യൂ ഓഫ് സ്മോൾ വാല്യൂ വിച്ച് അറൈസ് ഫ്രം സർട്ടൺ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. സ്ക്രാപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ടിമ്പർ ഫർണിച്ചർ ഉണ്ടാക്കുമ്പം അതിനു വേണ്ടി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഓഡ് പീസസ് അവിടെ കിടക്കില്ലേ, അപ്പോൾ അങ്ങനത്തേനാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് ക്യാൻ ബി റിക്കവേർഡ് വിത്തൗട്ട് എനി ഫെർദർ പ്രോസസ്സിങ്. പ്രോസസ്സ് ചെയ്യാതെ നമുക്കത് നേരെ കാണാനും പറ്റും,
For instance, during production, some raw materials are left over in the form of dust, iron filling, or odd pieces of timber, സ്ട്രിപ്സ് ഓഫ് ക്ലോത്ത്. ഇപ്പോൾ നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണെങ്കിൽ കുറച്ച് ക്ലോത്ത് ഒക്കെ ഇവിടെ ബാക്കി കിടക്കും. കട്ടിങ് ആൻഡ് പീസസ് ഓഫ് ലെതറിൻ്റെ സാധനം ഉണ്ടാക്കും, അതിൻ്റെ കുറച്ച് പീസസ് ബാക്കി വരും. അപ്പോൾ ഇതൊക്കെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് എപ്പോഴും വിസിബിൾ ആയിരിക്കും അല്ലേ, നമുക്ക് അതിന് സെയിലബിൾ വാല്യൂ ഉണ്ട് അല്ലേ. നമുക്കത് ലാസ്റ്റ് വെച്ചാൽ നോർമൽ മെറ്റീരിയലിന് അത്രയും വാല്യൂ ഇല്ലെങ്കിലും നമുക്ക് അതിനൊരു സെയിലബിൾ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായിന്ന് വരും. നെക്സ്റ്റ് വരുന്ന സ്പോയിലേജ് ആണ്. സ്പോയിലേജ് റെഫേഴ്സ് ടു ദാറ്റ് പോർഷൻ ഓഫ് റോ മെറ്റീരിയൽ വിച്ച് ഹാസ് ബീൻ സ്പോയിൽഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്. മാനുഫാക്ചറിങ് പ്രോസസ്സിനിടയിൽ നശിച്ചു പോയതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. But which can be used again in manufacture as raw material or sold as seconds. ഒന്നിക്കും നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ്സ് ആയിട്ട് എന്ന് വെച്ചാൽ നോർമൽ പ്രോഡക്റ്റിനെയും കാട്ടി കുറഞ്ഞ വിലയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ പാർട്സ്. ഒന്നിക്കൽ പ്രൊഡക്ഷൻ പാർട്സിന് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ, അല്ലെങ്കിൽ റോങ് സൈസ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ കെമിക്കൽ മിക്സ് മാറിപ്പോയതുകൊണ്ടോ ഒക്കെയാണ് സ്പോയിലേജ് പറ്റുന്നത്. The spoiled material cannot be repaired or reconditioned but has to be either reused as raw material or disposed of by sale. അപ്പോൾ നമുക്ക് അതിനെ റീകണ്ടീഷൻ ചെയ്ത് പഴയതുപോലെ ആക്കാനൊന്നും പറ്റില്ല. ഒന്നിക്കും നമുക്ക് അതിനെ റോ മെറ്റീരിയൽ പോലെ തന്നെ യൂസ് ചെയ്യാം, പിന്നെയും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. സ്പോയിലേജ് മേ ബി നോർമൽ ഓർ അബ്നോർമൽ. നോർമൽ ആയിട്ടും വരാം, അബ്നോർമൽ ആയിട്ടും വരാം. നോർമൽ സ്പോയിലേജ് ഈസ് ഇൻഹെറൻറ്റ് ഓർ ഇൻഎവിറ്റബിൾ ഇൻ പ്രൊഡക്ഷൻ. സാധാരണ എന്തായാലും കുറച്ച് ഐറ്റംസ് നമുക്ക് സ്പോയിലേജ് വരുന്നതാണ് പ്രൊഡക്ഷൻ്റെ ഇടയിൽ. ആൻഡ് ഇസ് ബിയോണ്ട് കൺട്രോൾ ആണ്. പക്ഷേ ഈ ആക്ച്വൽ നമ്മൾ വിചാരിക്കുന്ന സ്പോയിലേജിനെക്കാട്ടി കൂടുതൽ സ്പോയിലേജ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അബ്നോർമൽ സ്പോയിലേജ് കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാം അല്ലേ. നമുക്ക് അങ്ങനെയല്ലേ നമ്മൾ നോർമൽ ലോസും അബ്നോർമൽ ലോസും കണ്ടുപിടിക്കുമ്പോഴും നോർമൽ വേസ്റ്റേജിൻ്റെ അബ്നോർമൽ വേസ്റ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, നോർമൽ നമുക്ക് ഇത്ര നഷ്ടപ്പെടും എന്ന് അറിയാം, അതിൽ കൂടുതൽ നഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ അബ്നോർമൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ഡിഫക്റ്റീവ് ആണ്. ഡിഫക്റ്റീവ് ആർ ദോസ് യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിച്ച് ആർ ഇംപെർഫെക്റ്റ് ആൻഡ് നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിനനുസരിച്ച് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദ ഡിഫക്റ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ഇൻ സർട്ടൻ കേസസ് ബൈ ഇൻകറിങ് ഫെർദർ കോസ്റ്റ്. ഒന്നിക്കൽ ആ ഡിഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നന്നാക്കി എടുക്കാൻ പറ്റും. കുറച്ചുകൂടി കോസ്റ്റ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പഴയതുപോലെ എന്ന് വെച്ചാൽ നോർമൽ പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഡിഫക്റ്റീവ് അറൈസ് ഡ്യൂസ് ടു ഇൻആഡിക്വേറ്റ് എക്യുപ്മെന്റ്, ഇൻഎഫിഷ്യന്റ് സൂപ്പർവിഷൻ, ഡിഫക്റ്റീവ് പ്ലാനിങ്, പുവർ വർക്ക്മാൻഷിപ്പ്. ഇതൊക്കെ കാരണമാണ് നമുക്ക് ഡിഫക്റ്റീവ്സ് വരുന്നത്. സൂപ്പർവൈസറിന്റെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ വർക്ക്മാൻ്റെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ ഇൻആഡിക്വേറ്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടോ ഒക്കെയാണ് ഡിഫക്റ്റീവ്സ് വരുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്രോഡക്റ്റ് പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റിൽ ഇൻവെൻട്രി ഓർ സ്റ്റോഴ്സ് മാനേജ്മെൻ്റ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. EOQ പഠിച്ചു, പിന്നെ എന്തൊക്കെ പഠിച്ചു, സ്റ്റോക്ക് ലെവലിൽ പഠിച്ചു, പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവൽ, മിനിമം, മാക്സിമം, ഡേഞ്ചർ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോക്ക് ലെവൽസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, അനാലിസിസ് ഓഫ് ഇൻവെൻട്രീസിൽ ABC അനാലിസിസ് പഠിച്ചു, VED അനാലിസിസ്, FSN അനാലിസിസ്, JIT സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ സ്റ്റോഴ്സ് റെക്കോർഡിൻ്റെ കേസിൽ ബിൻ കാർഡ്, അതേപോലെ ഡബിൾ ബിൻ സിസ്റ്റം, സ്റ്റോഴ്സ് ലെഡ്ജർ, ഇത്രയും പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇൻവെൻട്രി സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് നടത്താം, അല്ല പെർപെച്വൽ സ്റ്റോക്ക് ടേക്കിംഗ് നടക്കാം, അല്ലെങ്കിൽ ആനുവൽ ഇൻവെൻട്രി സിസ്റ്റം സാധാരണ പോലെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മെറ്റീരിയൽ ലോസസിനെ പഠിച്ചു. അത് നോർമൽ ലോസ് വരാം, അബ്നോർമൽ ലോസ് വരാം, അതന്നെ എങ്ങനെയൊക്കെ വരാം, വേസ്റ്റേജ് വരാം, സ്ക്രാപ്പ് വരാം, പിന്നെ സ്പോയിലേജ് വരാം, ഡിഫക്റ്റീവ്സ് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ള പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതുവരെ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.